വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയാ, ഓട്ടത്തോട് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് നിന്ന് നമ്മൾ വേറെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ 1 ഇയർ ഉണ്ടായിരുന്നുള്ളൂ, 1 ഇയർ കഴിഞ്ഞു. അപ്പം നമ്മൾ വേറെ വീട്ടിലേക്ക് പോവാണ്. വീട് മാറുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. നിങ്ങൾക്ക് വാടക വീട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ ഭയങ്കര കഷ്ടപ്പാടാന്നുള്ളത്. സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ നമുക്കൊരു വലിയൊരു എന്താ പറയുക വിഷമം തന്നെയാണ്. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ ഈ വീടോട് കൂടിയിട്ട് വേറൊരു വീട്ടിലേക്ക് പോകാൻ തന്നെ ഒരു സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റട്ടെ എന്ന് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയില്ല എന്താവുന്നൊന്നും. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പം നമ്മൾ ഇപ്പോൾ ഒതുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇന്നൊരു 7 മണിയാകുമ്പോൾ ഒരാൾ ചേട്ടന്മാർ വരും, കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒതുക്കണേൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൊണ്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് രജിസ്റ്റേർട്ടൊന്നും ഉണ്ടായിട്ടിരിക്കും. എന്നെ കൊണ്ട് വലിയ സൂര്യക്കേട് എന്തൊക്കെയോ പിറുപിറുക്കുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും 5 വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ഒരുമിച്ചിടാം. ഫുള്ള് തിരക്കോട്ടത്തിലെ പാല് കാച്ചിലും ഓൾറെഡി കഴിഞ്ഞോട്ടെ. നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓൾറെഡി പാല് കാച്ചി നല്ല ദിവസം എന്ന് പറഞ്ഞപ്പോൾ പാലൊക്കെ കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒതുക്കണം കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് സാധനങ്ങൾ ഇവിടുന്ന് 2 നിലയുടെ മുകളിൽ നിന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അത് ഒരൊറ്റ വീടാണ് കേട്ടോ. ഒറ്റ വീടായിട്ട് സമാധാനമുണ്ട്. നമുക്ക് വേറെ ഒരു ശല്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഒരു അടിച്ചു പോകാൻ നമുക്ക് ആണോ. അപ്പൊ നമ്മളെന്തായാലും ഒരു മിനിറ്റ് ഇതൊന്ന് കുറയ്ക്കും. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസ് കാണാം. ഓക്കെ, ബാ. ഒന്നും ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പണി ചേട്ടാ. ഇവിടെ വരുമ്പോ ഈ സാധനം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് കിട്ടിയതേ. നല്ല ക്ലീൻ ആയിട്ട് എടുത്തേക്കണ ചേട്ടന്മാരാണ്. ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലേ ചെയ്ത് കൊടുക്കില്ല എല്ലായിടത്തേക്കും? എല്ലാം ചെയ്യും, എല്ലാം ചെയ്യും. അതെ, ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് തരുന്ന ചേട്ടന്മാരുണ്ട്. ഫുൾ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇനി ഇറക്കണ സാധനങ്ങൾ തുണിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണുള്ളൂ. ഇവിടെ നിൽക്കണ്ട 5 ഒക്കെ അവിടെ പൊരിഞ്ഞ പണിയില്ല. പണിയെടുക്കും 5 ഭയങ്കര പണിയെടുക്കലാണ്. പണിയെടുക്കാൻ എന്റെ അമ്മയാണ് ആത്മാർത്ഥമുള്ള പണിക്കാരി. ചൂടെടുത്ത് സംഭവം ഉരുക്കി തുടങ്ങി. അല്ലേ അമ്മേ? നോക്കമ്മേ, ഹൈ പറ. നമ്മൾ വീട് മാറാന്ന് പറഞ്ഞൊക്കെ എന്തേ ഒരു അനിയത്തിയുടെ ഡ്രസ്സുകൾ ഇട്ടിട്ട് പോകുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സ്വിച്ച് കൊണ്ട് നടക്കുക. എന്താ ചെയ്യാ? ഞാൻ തന്നെ കെട്ടി കൊടുത്തു കേട്ടോ. അവള് വലിയ ഷോ ഒന്നും കാണിക്കുന്നുണ്ട്. ഞാൻ അയ്യോ ചേട്ടാ സോറി എടുത്തിട്ട് ഞങ്ങളുടെ ആത്മാർത്ഥമുള്ള പണിച്ചേട്ടനാ പോണാണ്ടാവും. പാവം ചേട്ടൻ. അമ്മ അത് കൊണ്ടുപോവാൻ ഗുരുവായൂരപ്പ എവിടേക്കും പോവില്ലല്ലോ. 5 എന്റെ സാധനങ്ങളൊന്നും ഇല്ല അവിടെ. എന്നിട്ടാ എന്തെങ്കിലും പറയാനോ വീട് മാറാന്? വല്ലാതെ കഷ്ടപ്പാടുണ്ട് ഈ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര നിങ്ങൾക്ക് പറഞ്ഞല്ലോ, നമുക്ക് താമസിക്കുന്നവർക്ക് അറിയാം. എത്രയും വാടക വീട്ടിലിപ്പോൾ ഇല്ലില്ല അതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാന്നുള്ളത്. വള്ളിയിൽ എൻ്റെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പം നമ്മൾ പണിയിലാണ്. പണിയിൽ ഇവിടെ ഒരു ചേട്ടൻ AC ഒക്കെ ഊരി ഫിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇനി സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. എന്തൊക്കെ പണിയാണ് കിടക്കണം അല്ലേ. ഇത് മതിയോ നോക്കുക. ഇതൊക്കെ വള്ളി വെച്ച് കെട്ടാനൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കൊടുക്കാം. ചേട്ടൻ വിചാരിക്കും ഞാൻ വല്ല ഭ്രാന്തള ഏതെടുക്കാൻ. അമ്മേ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് ഞാൻ എൻ്റെ പിള്ളേരോടൊക്കെ പറയും. ബ്ലോഗിൽ ഒരു കവറുണ്ട് ഫ്രീ ആയിട്ട്. അമ്മ ഇതിന്റെ ഡോക്ടറാണ്. അതൊരു തൈല് വെക്കോ, അവിടെ പോകുമ്പോ വൃത്തിയാക്കാം. ഞാൻ സാധനങ്ങൾ ഇതാ അതും ഇനി വേണോ കെട്ടത്. അവരോടല്ല ചേട്ടൻ ഇത് എല്ലായിടത്തും ചെയ്യില്ലേ പ്ലംബറിന്റെ ഇതൊക്കെ. അപ്പൊ ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ല എന്ത് ചേട്ടാ സോറി ആള് മാറി. എന്തായത് ഇലക്ട്രീഷ്യൻ എല്ലാം ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ തരാൻ. തൃശ്ശൂരുള്ളവരാണെങ്കിൽ വിളിച്ചാൽ മതി ചേട്ടനെ. അല്ലേ? ഓക്കെ, ഗുഡ് ബോയ്. എന്താ സോറി ആള് മാറി. ആണോ? ഭയങ്കര ചൂടാണ് കേട്ടോ. എങ്ങനെ ചൂട് പിടിച്ചിട്ട് ഇവര് ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും എന്റെ ബൊമ്മ കുട്ടികളൊക്കെ നാണ്ടത് നിനക്ക് ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കാറിൽ കൊണ്ടുപോവാം. ചേട്ടന്റെ ഒരു ചുറുചുറുക്ക് കണ്ട. എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടിട്ട് അമ്മ പറയാ കൊണ്ടുപോലെ നോക്കാൻ. തിരുമ്പാണ് ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ ചേട്ടാ.
നിങ്ങളുടെ പേരുണ്ട് അങ്ങനെ? അതെ, ജെൻസെന്ന് വരുന്നു. സത്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ. നമുക്ക് എന്ത് സമയം നമ്മള് കുറെ പേരോട് പേയ്മെന്റ് ചോദിച്ചിരുന്നു, പക്ഷെ ഏറ്റവും കുറഞ്ഞ പേയ്മെന്റ് ഈ ചേട്ടനാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ തന്നെ നമ്മൾ കൺഫേം ആക്കി. നമ്മളൊരു 5-6 പേരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര റേറ്റ് വരുന്നൊക്കെ. ഇവര് പറഞ്ഞു നല്ല റേറ്റ് വരുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ കേട്ടപ്പോ നമ്മൾ വിചാരിച്ചത് ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് നടപടിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ ചേട്ടൻ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് നമുക്ക് ചെയ്തു തന്നു. ഇവരുടെ ശബ്ദം കാരണം കേൾക്കുന്നുണ്ടാവില്ല, വലിയ ശല്യാണല്ലോ. അവിടെ ചേട്ടൻ അപ്പൊ 5 കോടി പ്രശ്നമുണ്ടോ? നമുക്ക് സത്യത്തിൽ സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് അനുഭവിക്കേണ്ട ഒരു ആവശ്യമില്ല. സ്വന്തമായിട്ടുള്ള വീട് അല്ല അടുത്ത സ്വന്തമായിട്ടുള്ള വീട് ജോലിക്ക് വിട്ടിട്ടായാലും അടുത്തൊരു വീട് വന്നു നല്ല ചുറുചുറുക്കുള്ള ചേട്ടന്മാരാണ് പണിയെടുക്കണില്ലേ. അയ്യോ ഇതരാവോ? ഓക്കെ, രാംചേട്ടൻ പോയി. അല്ല അവര് നോക്കിക്കോളമ്മ. അമ്മ പറഞ്ഞ പോലെ തന്നെ ചിരിച്ചിട്ടൊക്കെ എല്ലാരും കൊച്ചു കളി ഇതൊക്കെ കണ്ടോ? എന്ത് അത് അവര് ചെയ്യും. അത് മലയാളി ചേട്ടന്മാര് പറഞ്ഞറിയാം അല്ലേ? മലയാളം പറഞ്ഞറിയാം. നീ അങ്ങനെ ചെറുതാക്കുന്നു കണ്ടോ ചേട്ടനെ? മലയാളം അറിയാന്നൊക്കെ മനസ്സിലായി. മലയാളം അറിയാന്ന്. ഇത് സോപ്പ് പൊടി, തിരുമ്പണ സോപ്പ് പൊടി. അത് വേണം. അയ്യോ അതാ അമ്മയുടെ രീതി. അതെ, പാവച്ചേട്ടൻ കൊണ്ടുപോകണ്ടില്ലേ? അയ്യോ ഈ സാധനങ്ങള് വേണ്ട ചേട്ടാ, ഇത് വേണ്ട. ഇതെന്റെ ഡ്രസ്. ഹേ അതിപ്പോ കൊണ്ടോണ്ട, ഞാൻ കറിൽ കൊണ്ടുപോകണം. സോഫ കമ്പിട്ട് വേണം, അതെടുക്കണം. അതിൽ സാധനങ്ങളില്ലേ? ആ ചേട്ടാ അതിന് മുമ്പ് വിളിക്കോടാ. നീ എന്താ എന്റെ ടേബിൾ പറയണേ? നീ എന്താ പറയണേ? ഇരുന്ന് വീഡിയോ എടുക്കാൻ നോക്കാൻ. അമ്മയാണോ പണിയെടുക്കണേ ഇവരാണോ പണിയെടുക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്താന്ന് പണിക്ക് വരുന്നുണ്ടോടി? അതെ വേണ്ട. പാവച്ചേട്ടൻ രാംചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. രാംചേട്ടൻ ഭയങ്കര പാവ അല്ലഞ്ചോ. എന്ത് റാം വയ്യ നിനക്കൊരു നാണം. ഓണറാന്ന് പറഞ്ഞു കൊടുക്ക്. ഓണർ എന്തൊരു പാവലിട്ട് പണിയെടുക്കണേ. അതെ, നല്ല പൈസ കുറവായിട്ട് ചെയ്ത് തരണേ പാവൻ ചേട്ടൻ. ഇവിടെ ഏസി ചേട്ടനെ കാണാനല്ലോ ദൈവമേ. ആ ഏസി ചേട്ടൻ പാവം. ഇവിടെ ഉണ്ടായിരുന്നല്ലേ ചേട്ടൻ വയറ് കടോ? ഞാൻ പറഞ്ഞപ്പോ കറക്റ്റ് ആയിരുന്നില്ലേ? അയ്യോ എന്ത് നമ്മൾ കൊടുത്ത ഞങ്ങള് വെച്ച വയറ് നമ്മൾ ഊരി കൊണ്ടോണ്ടേ? അതാണ് നമ്മൾ എന്തുണ്ടെങ്കിലും കിഡ്നി വരെ ഇവിടെ നിന്ന് അടിച്ചോണ്ടു. നമ്മുടെ സാധനം നമ്മുടെ സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അത് വേറെ വീഴരുത് ചേട്ടാ. നമ്മുടെ എന്ത് നാണക്കെടുത്ത് ഞങ്ങൾ വെച്ച ഏസിക്ക് ഞാൻ 7500 രൂപ കൊടുത്ത് വെച്ച സാധനത്തിന് കൊണ്ടോണ്ടേ? അതെന്ന് പറ നോക്കാൻ. അതെ ചേട്ടൻ തന്നോ എന്റെ 7500 രൂപയുടെ വയറ്. നമ്മൾ ഇത് കഷ്ടപ്പെട്ട് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് അത്ര പൈസ പറഞ്ഞവര്. അല്ലല്ല അതെ കൊടുക്കാം. ഇത് നമ്മൾ കൊണ്ടുപോകണം ന്യായല്ല അമ്മേ. നമ്മളിത് കൊണ്ടുപോകണ്ട, നമ്മുടെ വയറല്ലേ. അതിന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ലൈറ്റ് ഒന്നും നമ്മുടെ അല്ല. അപ്പൊ നമ്മൾ ഇത് ഇവിടെ വെക്കും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും. രാമചേട്ടന്റെ ബാഹുബലിയിലെ സിനിമയിൽ എടുക്കട്ടെ? ഫുള്ള് ബാഹുബലി പോലെ കൊണ്ടോണ പാവം ചേട്ടൻ. ഫാൻ ഓഫ് ചെയ്യാം. ഇനി ചേട്ടന് ഫാൻ അടിക്കലാണ് ഇന്നത്തെ അടുത്തത്. ബാഹുബലി ആ ഫാൻ ചേട്ടാ. ഈ ഫാന്, ആ ഫാന്, പിന്നെ അകത്തുള്ള ഫാൻ ഒരെണ്ണം. അത്രേ ഉള്ളൂ. അടുക്കളയിലത്തേന്ന് ചെവിട് റാം വയ്യ പറ്റെങ്കിൽ ഒന്നുമില്ല. എന്തായാലും നമ്മളിത് കൊണ്ടുവരണ്ട കഴിച്ച് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഞാൻ വീഡിയോ ചിലപ്പോൾ എന്നെ തല്ലിക്കൊല്ലും അഞ്ചു. അവിടെ പോയിട്ട് ഞാൻ അടിയിൽ നോക്കട്ടെ എന്താണ് വിശേഷം. ഓക്കെ, അടിയിൽ പോയി നോക്കട്ടെ.
ഗൈസ് ഇവരിങ്ങനെ ഇതെൻ്റെ സ്കൂട്ടിയാണ് കേട്ടോ, തെറ്റ് ചെയ്തിരിക്കണ്ട. ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകും. കണ്ടോ എല്ലാം കുറച്ച് ഇനി ഇറങ്ങാണ്ട്. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ, ഇനി കുറച്ചും കൂടി ഇറങ്ങാനുണ്ട്. സോഫ ഫുള്ളായിട്ടൊന്നും ഇറക്കിയിട്ടില്ല, ഇനി പകുതി അവിടെ ഉണ്ട്. ഇനിയുണ്ട് പണി. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ് വീട്ടിലോട്ട്. ഗൈസ് ഈ അലമാര കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്ക് പിടിച്ചിറക്കണോടെ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. അഞ്ചു നിനക്ക് ലിഫ്റ്റൊക്കെ വെച്ചോളാം. അമ്മ പണിയെടുപ്പിക്കണം എന്നെ കൊണ്ട്. ഞാൻ ടിവിയുടെ ചേട്ടാ കാണാണ്ട് ഇവിടെ ബോർഡ് വെക്കാൻ നിൽക്കുന്നു. ശരി, പാലും ബക്കറ്റാ? ഓ ഇവരൊക്കെ അമ്മ ഈ ബക്കറ്റൊക്കെ എന്തിനാ കൊണ്ടോണം ഇപ്പൊ തന്നെ? ഇതൊക്കെ കൊണ്ടോട്ടെ ഗൈസ്, ഞാൻ കുറച്ച് പണിയെടുക്കട്ടെ. ഞാൻ എത്ര നേരം ഞാനാ പണിയെടുക്കണ്ടായിരുന്നു ഇവിടെ? അല്ല ചേട്ടാ, ഞാനല്ല പണിയെടുക്കണ്ടായിരുന്നേ. അതാന്ന് പറഞ്ഞനുസരിച്ചുള്ള ചേട്ടനാന്ന്. വിടുന്ന് പറഞ്ഞപ്പോ വിടുന്നു. ഇവിടെ ആരും പിടിക്കണ്ട, ഞാൻ തന്നെ പിടിക്കുന്നൊക്കെ. ഓ ആരും പിടിക്കണമെന്നുണ്ടെ അത് ഒറ്റ പൊളിച്ചിടുന്നു. ചേട്ടന്റെ ജിം ബോഡിയായി. ഇതൊക്കെ എടുത്തെടുത്ത് ജിമ്മിനൊന്നും പോണ്ടാന്ന്. ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട് എന്റെ കട്ടിലാണ് പൊന്നു പോലെ കൊണ്ടുപോകണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു പൊന്നു പോലെ കൊണ്ടുപോകും അല്ലേ? പൊന്നു പോലെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ പൊന്നുകട്ടെ ആക്കുന്നു. എന്റെ കട്ടിലല്ലേ മാരെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ബെഡൊക്കെ പതുക്കെ കൊണ്ടുപോകണേ ചേട്ടാ. അത് പുതിയത് നെഞ്ച് തകരുന്നു ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ. എന്തായാലും ഒരു പടി ഇറങ്ങാൻ സമ്മതിക്കണം കേട്ടോ. നമുക്ക് തന്നെ ഇറങ്ങുമ്പോഴും വയ്യാണ്ടാവുക. എന്താ വെച്ചാൽ ഇവരുടെ ഡെഡിക്കേഷൻ. എന്റെ സ്ക്രൂ ഒക്കെ ഞാൻ കയ്യിൽ വെക്കണോ? നൈസ്. അങ്ങനെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. ഒരു വണ്ടിയിലേക്ക് ഇപ്പോൾ സാധനങ്ങളായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു വണ്ടിക്ക് കൊണ്ടുപോകണം. ബാക്കി ഇനി സാധനങ്ങളുണ്ട് കൊണ്ടുപോകാനായിട്ട്. അതിന് ഇവിടെ കൂടെ ഞാൻ ഇവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതെ ഇപ്പോഴാണ് എന്നെ മനസ്സിലാവണേ ചേട്ടൻ നന്ദനില്ലേ എന്നൊക്കെ ചോദിക്കണം. ഇപ്പോൾ എന്താ ചെയ്യാ? ഓ വല്ലാതെ കഷ്ടപ്പാടാട്ടോ ഇങ്ങനെ കൊണ്ടുപോകണത്. ഹലോ ഉണ്ട ഇത് കവർ കൊണ്ടുപോകാമേ. ഇതിലെങ്ങനെ കൊണ്ടുപോകാമേ? ഇത് കഴിഞ്ഞ പിന്നെ എൻ്റെ പരിപാടികൾ അവിടുത്തെ കഴിഞ്ഞു പറഞ്ഞു. അതെ ബാക്കിയൊക്കെ ഞാൻ ഇറക്കി വെച്ചു. അതിലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് ഇറക്കി വെക്കേണ്ട ഒരു പണിയുണ്ട്. അതൊന്നും ആലോചിക്കുമ്പോ തന്നെ വയ്യ. സാധനങ്ങളൊക്കെ പോയപ്പോ ഒരു മൂകത അവിടെ മൊത്തം. എന്താ നോക്ക്, നമ്മുടെ ഇവിടുത്തെ വാസം അങ്ങനെ കഴിഞ്ഞു. ഇനി അവിടെ ആ വീട്ടിൽ അതിൻ്റെ ഒരു ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കൊണ്ട് ഒതുക്കി വെക്കണ്ടേ? അതൊക്കെ വേണ്ടല്ലേ എല്ലാ ടൂറും ചെയ്യാൻ പറ്റുള്ളൂ. സത്യത്തിൽ വയ്യാട്ടോ, മടുത്തു എൻ്റെ അമ്മേ. എന്തായാലും നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഫുള്ളായിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരാം. കണ്ടോ എൻ്റെ ഫോട്ടോസ് അതൊക്കെ എടുക്കണം. ഇനി അവിടെ റൂം, ഇവിടെ റൂം, ഇവിടെ ഇരുട്ട് റൂം. ഇരുട്ടല്ല, ലൈറ്റ് ഉണ്ട്. ഇവിടെ അടുക്കള, ഇതിവിടെ വാഷിംഗ് മെഷീൻ, ഇങ്ങോട്ട് ഈ സാധനങ്ങൾ. ഇനി നമ്മളിനി ആ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അല്ല നല്ലത്. ഇവിടുത്തെ എന്തായാലും ഒരുവിധം കഴിഞ്ഞു. ഇനി ഇവിടുത്തെ സാധനങ്ങൾ മാത്രം കൊണ്ടുപോകണം. ഇനി അവിടെ ഇറക്കി വെക്കണം സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കും. നമ്മുടെ വീട് മാറൽ ചടങ്ങ് കഴിഞ്ഞു. എൻ്റെ അലമാര പിടിക്കാനാണ് ഇത്രയും പേരുന്നത്. അങ്ങനെ ഇറങ്ങി ഇത് കൊണ്ടുവരാൻ ഞാനൊരു 10 ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രം എടുക്കാൻ. സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാണ്. കട്ടിലിടാം ഇറക്കി തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും ഏസിക്ക് ഇറക്കി വെച്ചു. സമയം ഇപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ വീണ്ടും സാധനങ്ങൾ കുറച്ചും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഒതുക്കലും പിടിക്കലൊക്കെയാണ്. എനിക്ക് വയ്യ. എൻ്റെ ജീവിതം കന്യമാ. നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ? നല്ലത് അല്ലേ? അതെ, പട്ടികളും പറയണ്ട അവസാനിപ്പിക്കാൻ. മടുത്തുന്ന പറ്റുകൾക്കും. അപ്പോൾ നമ്മുടെ വീട് മാറൽ ചടങ്ങ് കഴിഞ്ഞു. ഞാൻ ഒതുക്കലുടെ എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാം കൂടി നിങ്ങൾ കണ്ട് സഹായിക്കണം കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഏറ്റവും പ്രാർത്ഥിക്കേണ്ട കാര്യം എനിക്കൊരു വീട് അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് നിങ്ങളെല്ലാവരും വിനീതമായി പ്രാർത്ഥിക്കണം. അഭ്യർത്ഥിക്കുന്നു ഞാൻ. നിങ്ങൾക്കും വീടില്ലാത്തവർക്ക് വീടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ.